ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. എൻ്റെ പേര് മനുലാൽ. ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് മറ്റൊരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ്. അതായത് ഞാൻ ഈ ഇടയ്ക്ക് ഒരു മൈക്ക് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ ആ മൈക്കിൻ്റെ അൺബോക്സിംഗ് ആണ്, ആ വീഡിയോയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ബോയ M1 എന്നാണ്. വളരെ നല്ല ഒരു മൈക്കാണ് എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയാനിടയായത്. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാവ്ലിയർ മൈക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് നമുക്ക് വീഡിയോ ഔട്ട്പുട്ട് എടുക്കുമ്പോൾ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഈ മൈക്ക് ഒരു നല്ല അതിൻ്റെ കേബിൾ നല്ല നീളവും കൂടിയുള്ളതാണ്. മാത്രമല്ല ഇത് DSLR ക്യാമറയിലും ഒക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലും ഒക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ ബാറ്ററിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അതിൻ്റെ അൺബോക്സിങ് കഴിഞ്ഞുള്ള റിവ്യൂ സെക്ഷനിൽ നമുക്ക് നോക്കാം. എന്തായാലും ഈ മൈക്ക് അതിൻ്റെ അൺബോക്സിങ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുന്നേ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കേണ്ടതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം കാണുന്ന ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ആ വീഡിയോ തത്സമയം കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കണ്ടില്ലേ, അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ M1 മൈക്ക്. അപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് കമ്പാറ്റബിൾ വിത്ത് സ്മാർട്ട് ഫോൺ, അതുപോലെ ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, DSLR, ഡിജിറ്റൽ ക്യാമറ, അങ്ങനെയുള്ള ഗാഡ്ജറ്റ്സിലൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ ഈ ബോക്സിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.5 ഗ്രാമാണ്. അതുപോലെ ലോ ഹാൻഡ്ലിംഗ് നോയ്സ്, അതാണ് ഒരു ഫീച്ചറായിട്ട് മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത്. അതായത് നോയ്സിനെ ഇത് ചെയ്യുന്നത്, നോയ്സ് ക്യാൻസലേഷൻ, ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്യാൻസൽ ചെയ്ത് നല്ല ക്വാളിറ്റി സൗണ്ട് ഇത് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയാണ് കണ്ടൻസ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്കൊരു ബാഗാണ്, ഒരു ചെറിയ ബാഗ്. അതുപോലെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ, യൂസിങ് വിത്ത് എ സ്മാർട്ട് ഫോൺ, യൂസിങ് വിത്ത് എ ക്യാമറ, യൂസിങ് വിത്ത് അതർ ഡിവൈസസ്, യൂസിങ് വിത്ത് ഡിവൈസ് വിത്ത് ലാപ്ടോപ്പ് എന്നൊക്കെയുള്ള ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോക്കാം. ഈ ഒരു സഞ്ചി ബോക്സല്ല, ഇതിൽ ഒരു കവറിൽ മൈക്കിൻ്റെ എന്താ പറയുക, കണക്ട് ചെയ്യുന്ന ഒരു പിന്നും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെയുള്ളത് മൈക്കാണ്, നല്ല നീളമുണ്ട് പോയത്. ഇത്ര സാധനങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ബാറ്ററിയാണ്, വാറണ്ടി കാർഡ്, ഇത്രയും കാര്യങ്ങളാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ അടുത്ത വീഡിയോയിൽ